ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാഗ് പാക്കിംഗ് ആണ്. ഹോസ്റ്റലിലോട്ട് പോകാനുള്ള ഇത് പാർട്ട് 2 ആണ് കേട്ടോ. നേരത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ കൊടുത്തേക്കാൻ കണ്ടോളുക. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് കിവി കഴിക്കുന്നുണ്ട്, ഒരു ഫ്രൂട്ട്. പക്ഷേ അതിങ്ങനെയല്ല കട്ട് ചെയ്തൊക്കെ കഴിക്കണം, എനിക്കറിയാം. പിന്നെ മടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്തില്ല, കാരണം സമയമില്ല. ഇത് രാത്രിയാട്ടോ ചെയ്യുന്ന, വളരെ ലേറ്റായിട്ടാണ് ഈ പാക്കിംഗ് ഒക്കെ ചെയ്തത്. ഞാൻ പോന്നപ്പോൾ ഈ സാധനം ഞാൻ കൊണ്ടുവന്നു. ഇത് വലിയൊരു അബദ്ധമായിപ്പോയി. അത് തുരുമ്പിച്ച്, നെയിം ടാഗായിരുന്നു കേട്ടോ, പക്ഷെ അത് തുരുമ്പിച്ചത്. അതെങ്ങനെയാ തുരുമ്പായെന്ന് അറിഞ്ഞൂടെ. ഞാൻ ഇതുപോലെ മടക്കി എടുത്ത് വെച്ചേക്കുമായിരുന്നു, പക്ഷെ അതെങ്ങനെയോ തുരുമ്പായി. ഈ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് എനിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് ഇത് പാക്ക് ചെയ്യുന്നത് തന്നെ നൈറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നൈറ്റാണ് പാക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് അതിനകത്തേക്ക് വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ടീച്ചിങ്ങിന് ആണിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ടീച്ചറാകാൻ പഠിക്കുന്നവർക്കറിയാം, ഇൻറ്റേൺഷിപ്പൊക്കെ വന്നാൽ മൊത്തം ചുരിദാറും അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് വേണമായിരുന്നു പാക്ക് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് താമസിച്ചു. അതുകൊണ്ട് ഞാൻ വേറെ എവിടെയല്ല, എൻ്റെ അമ്മ തന്നെ തയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഇല്ലെങ്കിൽ നേരത്തെ കിട്ടിയാൽ. വീഡിയോ വരാൻ ഇത്രയും ലേറ്റ് ആയതിന് കാരണം ഞാൻ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം കുറച്ച് നോട്ട്സൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട്, എഴുതാനായിട്ടുണ്ടായിരുന്നു. നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് നിറച്ചും എഴുത്താണ് കാണുന്നത്. തീർന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കൂടുതൽ എഴുതാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടും ഒക്കെ താമസിച്ചത്. നീ പൊതിയണുണ്ടായിന് ഒരെണ്ണം വെച്ചെങ്കില് ഒരെണ്ണം കൊണ്ടുപോകും. ചട്ടിക്കലം ഗ്യാസ് വേണം, അത് തന്നാ നന്നായിരിക്കും. ഞാൻ കുറച്ച് നോട്ട്സും ഇതുപോലെ പൊതിയണ പേപ്പറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പേന ബോക്സൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കൊണ്ടുപോകണം. അതാണ് ഇത്രയും ഈ 3 ബാഗായിട്ടാണ് വന്നപ്പോൾ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നപ്പോൾ ഒരു ബാഗായിട്ടാണ് വന്നത്, തിരിച്ചു പോയപ്പോൾ 4 ബാഗായിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. അതെങ്ങനെ 4 ബാഗ് വന്നു എന്ന് ചോദിച്ചാൽ, ഒരു ബാഗ് ഫുള്ള്. ആ സ്കൂൾ ബാഗിൽ മൊത്തം എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റും നോട്ടും പിന്നെ പുതിയ വാങ്ങിച്ച നോട്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് തന്നെ വെച്ചപ്പോൾ ആ ബാഗ് ഫുള്ളായി. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹോസ്റ്റലിലാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ വീഡിയോ ലേറ്റ് ആയതിന് കാരണം ഇവിടെ വന്നതിന് ശേഷം എഴുതാൻ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ടാണ്. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ പോലും എടുത്ത് വെച്ചിട്ടില്ല മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട്. ഇനി അങ്ങോട്ട് ഹോസ്റ്റൽ വ്ളോഗ്സൊക്കെ ഉണ്ടാകും. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.